തലമുറയെ ബോധവൽക്കരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടിയും നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനായി ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം. ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് നറുക്കെടുപ്പിലൂടെ പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ വിഷു കൈനീട്ട സമ്മാന പെരുമഴ. ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനം മുട്ടനാട്, രണ്ടാം സമ്മാനം ഒരു പൂവൻ കോഴിയും 3 പിടക്കോഴികളും, മൂന്നാം സമ്മാനം ഒരു പൂവൻ കോഴിയും ഒരു പിടക്കോഴിയും. തുടർന്ന് വരുന്ന 25 ഭാഗ്യശാലികൾക്ക് ആകർഷകമായ പ്രോത്സാഹന സമ്മാനങ്ങൾ. ഈ മാരത്തോൺ കാണുവാനും സപ്പോർട്ട് ചെയ്യുവാനും പേരാവൂരിൽ എത്തിച്ചേരുന്ന ഭാഗ്യശാലികളായ 10 പേർക്ക് നറുക്കെടുപ്പിലൂടെ 5 കിലോ വീതം മട്ടയരി സമ്മാനമായി നൽകുന്നു. ഡ്രഗ്സും വെൽഫൽസും നിറച്ച ലിന്റെ റൊസാരിയ പ്രദേശിലെ ഷിപ്പുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും നങ്കൂരമിടുന്നുണ്ട്. മറ്റുള്ള സാധനങ്ങൾ പോലെ പേരാവൂർ അത്ലറ്റിക്സ് അക്കാദമി ടൈറ്റിൽ സ്പോൺസറായ പേരാവൂർ മിനി മാരത്തോൺ ഇന്ന് വൈകുന്നേരം 4:30 ഓടിത്തോൽപ്പിക്കാം ലഹരിയെ എന്ന സന്ദേശവുമായി പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ തുടങ്ങി കാഞ്ഞിരപ്പുഴ മണത്തണ തുണ്ടി വഴി പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്നു. വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ മാരക കൈപ്പിടിയിൽ നിന്ന് പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും സംഘാടകരും അതുപോലെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരെല്ലാവരും രജിസ്ട്രേഷൻ കഴിഞ്ഞവര് സ്റ്റേജിന് മുമ്പിലുള്ള കസേരയിൽ വന്നിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. എല്ലാവരും നമ്മള് ഉടനെ തന്നെ ആരുടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, അതോടൊപ്പം തന്നെ ശ്രീമതി ശൈലജ ടീച്ചർ വാർഡ് മെമ്പർ, ശ്രീമതി റെജിന സിറാജ് വാർഡ് മെമ്പർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ ഉടനെ തന്നെ എല്ലാവരും ഇവിടെ കടന്നിരിക്കുക. പ്രിയപ്പെട്ട പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങളെ, മിനി മാരത്തോണിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള പേരാവൂർ പരിസരത്തുള്ള പ്രിയപ്പെട്ട റണ്ണേഴ്സ്, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഓട്ടവും നടത്തവും ശീലമാക്കി ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയാകെ രാസലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയോടൊപ്പം ക്യാമ്പയിനോട് നമുക്ക് ഏകദേശം നമ്മുടെ മാരത്തോൺ ആരംഭിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, പേരാവൂർ എന്ന നാട് വോളിബോളിന്റെ മാത്രമല്ല മാരത്തോണുകളുടെ നാടായി മാറിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്പോർട്സ് ഈവന്റുകളുടെയും പേരാവൂരിലെ എല്ലാ സ്പോർട്സ് ഈവന്റുകളുടെയും പ്രമുഖ സംഘാടകനായിട്ടുള്ള സണ്ണി വേച്ചേരി അവർക്കാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പേരാവൂരിന്റെ പ്രിയങ്കരനായ MLA സണ്ണി ജോസഫ് അവർക്കാണ്. അദ്ദേഹത്തെ പേരാവൂർ റണ്ണേഴ്സ് ക്ലബിനും അതുപോലെ നാട്ടുകാർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ലഹരിമുക്ത സന്ദേശം നൽകുന്നത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിട്ടുള്ള PK സതീഷ് കുമാർ സാറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ M ശൈലജ ടീച്ചർ, റെജീന സിറാജ് എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ജനപ്രതിനിധികളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുള്ള
അതുപോലെ തന്നെ ലഹരിമുക്ത പരിപാടികൾക്ക് പേരാവൂരിൽ നേതൃത്വം കൊടുക്കുന്ന പേരാവൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PT യേശുദാസൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡെന്നി ജോസഫ് സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാ റണ്ണേഴ്സിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിവിധ മാധ്യമ പ്രതിനിധികൾ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരണീയനായ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. റണ്ണേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് സൈമൺ മേച്ചേരി രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ ഈ പൊതുപരിപാടിയുടെ മുഖ്യ അതിഥിയും നമ്മൾക്കെല്ലാം പ്രിയങ്കരമായ പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാർ ഈ മിനി മാരത്തോണിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനും ഒരു കൊച്ചു സന്ദേശം നൽകുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കണ്ണൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ PK സതീഷ് കുമാർ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ സെക്രട്ടറി ഷിജു ആര്യപ്പറമ്പ്, ആശംസ അർപ്പിക്കുവാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാലൻ സാർ, വാർഡ് മെമ്പർമാരായ ശ്രീമതി ശൈലജ ടീച്ചർ, ശ്രീമതി റെജീന സിറാജ്, പേരാവൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PT യേശുദാസൻ സാർ, ഓടിത്തോൽപ്പിച്ചാൽ ലഹരിയെ എന്ന സന്ദേശം നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ മാരത്തൺ ഓടുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മാരത്തൺ റണ്ണേഴ്സ്, നല്ലവരായ നാട്ടുകാരെ, മീഡിയ സുഹൃത്തുക്കളെ, പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് ഓട്ടവും നടത്തവും ശീലമാക്കിയ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ്. ഇവിടെ പ്രായമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഈ കൂട്ടായ്മയുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ഈ മിനി മാരത്തൺ. പേരാവൂർ റണ്ണേഴ്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. കാരണം ലഹരിമുക്ത ക്യാമ്പയിൻ റണ്ണേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ സൈമൺ മേച്ചേരി, ഈ അധ്യക്ഷ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, അതുപോലെ എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ, ഈ റണ്ണേഴ്സ് ക്ലബ് ഭാരവാഹികളെ, നല്ലവരായ സുഹൃത്തുക്കളെ, നമ്മളുടെ ഗുണക്കുട്ടികളായ കായിക പ്രതിഭകളെ, നാട്ടുകാരെ, വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് ഇവിടെ ഇന്ന് നേതൃത്വം നൽകി ഈ സമയത്തോടെ ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ കേരളീയ സമൂഹം പൊതുവിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമസഭയും ഗവൺമെന്റും പത്രമാധ്യമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരിയുടെ വ്യാപനം, അതിന്റെ ഫലമായിട്ട് നമ്മുടെ യുവാക്കൾ നിരവധിയായ കുറ്റകൃത്യങ്ങളിൽ അവരറിയാതെ തന്നെ ഈ ലഹരിയുടെ സ്വാധീനത്തിന്റെ ഫലമായി കുടുംബാംഗങ്ങളെ ഒന്നടക്കം കൊലപ്പെടുത്തുന്നു, ബന്ധുക്കളെ കൊലപ്പെടുത്തുന്നു, സഹപാഠികളെ ഉപദ്രവിക്കുന്നു, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു, എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ലഹരിക്ക് അടിമകളായ കുറെ പേരെങ്കിലും മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രയാസം നമ്മളെ ഒരു 2 മാസമായിട്ട് ഗൗരവത്തിൽ ചർച്ച ചെയ്തു. അതിന് പരിഹാരമുണ്ടാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരെ ലഹരി വസ്തുക്കൾ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളെയെല്ലാം കണ്ടുപിടിക്കാൻ, അതിന്
പ്രതികളായിട്ടുള്ളവരുടെ പേരിൽ കേസെടുക്കാനെല്ലാം അവർ പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ്, ലഹരിയിൽ പെട്ടുപോകില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പേരാവൂർ നിയോജക മണ്ഡലങ്ങളിലെ MLA ശ്രീ സണ്ണി ജോസഫ് അവരുടെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളെ, വേദിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സുഹൃത്തുക്കൾ, നാട്ടുകാർ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പണ്ടുള്ളതിനേക്കാൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വന്നതുകൊണ്ട് അതുണ്ടാകുന്ന സാമൂഹികവും കുടുംബപരവുമായുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതുകൊണ്ടുമാണ് നമ്മൾ ഈ പ്രശ്നം വളരെ ഗൗരവപരമായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏത് പരിപാടി നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു അജണ്ടയായി നമ്മളിപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത നടന്ന പ്രധാനപ്പെട്ട ഉത്സവമായ അല്ലെങ്കിൽ ഒരു മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഒരു ആഘോഷമായ റംസാനോടനുബന്ധിച്ച് നമസ്കാരങ്ങൾ സ്ഥലങ്ങളിലെല്ലാം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച ഒരനുഭവം നമുക്കുണ്ടായി. ഇന്നലെ ഞാൻ കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ രൂപതയുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി റിസോഴ്സ് പേഴ്സണുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. നാളെ നമ്മൾ വിഷുവാണ്. വിഷുവിന്റെ തലേന്നായുള്ള തിരക്കുകൾക്കിടയിൽ പോലും നമ്മൾ ഈ നാട്ടിലെ ആളുകൾ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. അത് ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിന്റെ ഗൗരവമാണ് കാണിക്കുന്നത്. നമ്മുടെ ലഹരിയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം വളരെ മുൻകാലങ്ങളിൽ വളരെ പ്രായമായ ആളുകളിലാണ് നമ്മൾ കണ്ടുവന്നിരുന്നതെങ്കിൽ അത് താഴോട്ട് വന്ന് ചെറിയ കുട്ടികളിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടായ പല അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് ഈ പ്രശ്നം ഇത്രയും ഗൗരവമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വായനശാലകളും അതുപോലെ ക്ലബ്ബുകളും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മതസംഘടനകളും സൗഹൃദ കൂട്ടായ്മകളും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസും എക്സൈസും പോലുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഈ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ പിടികൂടി നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ വലിയൊരു സാമൂഹ്യ തിന്മയാണ്. ആ സാമൂഹ്യ തിന്മയിൽ ഉൾപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഈ മാഫിയയുടെ ചതിക്കുഴികളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മുടെ സാമൂഹ്യ സംഘടനകളും സർക്കാർ വകുപ്പുകളും ഒക്കെ ഇപ്പോൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത്. അതിനുള്ള ക്ലാസുകളും മറ്റും നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ജീവിതമാണ് ലഹരി എന്നുള്ളതാണ്. അതായത് ലഹരി വസ്തുക്കൾ, മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും പോലുള്ള അല്ലെങ്കിൽ രാസലഹരി പോലുള്ള നമ്മുടെ ശരീരത്തിനും മനസ്സിനും അപകടകരമായിട്ടുള്ള പദാർത്ഥ ലഹരികൾ ഉപയോഗിക്കാതെ ജീവിതമാണ് ലഹരി അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലഹരി നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കായിക വിനോദങ്ങളിൽ അല്ലെങ്കിൽ കായിക രംഗത്ത് നമ്മൾ ഏർപ്പെടുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ശരിയായ വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് നമ്മൾ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളിൽ ഏർപ്പെടാതെ അല്ലെങ്കിൽ അകപ്പെട്ടു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇത്തരം വ്യായാമങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് കളികളായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരത്തോൺ ആയാലും അല്ലെങ്കിൽ വ്യായാമങ്ങളായാലും ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ലഹരി, പോസിറ്റീവായിട്ടുള്ള ലഹരികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ലഹരികളെ ഓടിത്തോൽപ്പിക്കാം ലഹരിയെ എന്ന സന്ദേശവുമായി പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ അല്പസമയത്തിനകം പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുകയാണ്.
നമ്മുടെ ദീപശിഖ ഇപ്പോൾ കൈമാറുന്നതാണ് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ സർ ആ ദീപശിഖ കൈമാറുകയാണ്. സ്വീകരിക്കുന്നു ശ്രീ രമേശ് ആലച്ചേരി ഓർഗനൈസ് ചെയ്യുന്നു ഓടാൻ വേണ്ടിയിട്ടുള്ളത്. അദ്ദേഹം നാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ പ്ലെയറും കൂടിയാണ്. പേരാവൂർ റണ്ണേഴ്സ് സ്നേഹമുള്ളവരെ, ലാസലഹരി പോലുള്ള അതിമാരകമായ ലഹരി വസ്തുക്കളെ തിരിച്ചറിയുവാനും നാടിനെയും കുടുംബത്തെയും സ്വന്തം ശരീരത്തെയും നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥത്തിൽ നിന്നും നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുവാനും ഓട്ടവും നടത്തവും പോലുള്ള കായിക വിനോദങ്ങളിലൂടെ യുവതിയെ കൈവരിച്ചു ഉയർത്തിക്കൊണ്ടുവരുവാനും സർക്കാരിന്റെ ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ഓടിത്തോൽപ്പിക്കാം ലഹരി എന്ന സന്ദേശവുമായി പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തണിത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ പി കെ സതീഷ് കുമാർ ഭാഗവതിയെ നാഷണൽ സേഫ്റ്റി മെഡൽ ഏറ്റുവാങ്ങിയുമായി ഓടിത്തോൽപ്പിക്കാം ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തണിത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. നിരവധി ആളുകൾ പങ്കെടുത്തുകൊണ്ട് പേരാവൂരിന്റെ ഗ്രാമവേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടില്ല ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. എല്ലാവരും രോഗത്തിന് ചികിത്സാനുകയും കൂടിയാവും. അപ്പോൾ അതിനുള്ള ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോകാതെ ഇതിൻ്റെ ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുപോലുള്ള കായിക മത്സരങ്ങൾ, കായിക ലഹരി, ജീവിത സംഗീത ലഹരി, കലയിൽ നിന്നുള്ള ലഹരി, വായനയിൽ നിന്നുള്ള ലഹരി, അങ്ങനെയുള്ള രീതികളിലേക്ക് പോയി ആവശ്യമില്ലാത്ത ലഹരികൾ നമ്മുടെ ജീവിതത്തിൽ എത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അതിന് ഈ പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ ഇതിൽ ഏറ്റവും നല്ലൊരു ചുവടുവയ്പ്പാണ്. ഇത്തരം പരിപാടികൾ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ എം.എൽ.എ സൂചിപ്പിച്ചപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കായിക താരങ്ങളെയും ബഹുജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ പരിപാടി സംഘടിപ്പിച്ച പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബിന് എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീണ്ടും ഇനിയും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴുള്ള എക്സൈസ് വകുപ്പിൻ്റെ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അടുത്തതായി ആശംസകൾ നേടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വേണുഗോപാൽ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ സഞ്ജയ് ജോസഫ് വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, എക്സൈസ് ഉദ്യോഗസ്ഥർ, മറ്റ് പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇന്ന് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പ്, പോലീസ്, അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവരുടെയെല്ലാം നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകൾ ഇപ്പോൾ നടത്തി വരുന്ന ഒരു ഘട്ടമാണ്. ഈ വിപത്തിനെതിരായി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കാനാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് ഈ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനകീയമായി ഇടപെട്ടാൽ മാത്രമേ ഇത്തരം വിപത്തിനെതിരായി ബോധവൽക്കരണം അല്ലെങ്കിൽ ആളുകളെ അണിനിരത്താൻ വേണ്ടി നമുക്ക് സാധിക്കൂ
അതിന് കരുത്ത് പകരുന്ന ഒന്നായി ഈ മിനി മാരത്തൺ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന റണ്ണേഴ്സ് ക്ലബിനെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദരണീയനായ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും കാലികമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഓടിത്തോൽപ്പിക്കാം ലഹരിയെ, അത് ആ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്ത് നടത്തിയ ഈ പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന് ഏറ്റവും ആദ്യമായി എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം എല്ലാവരും, എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാവരും ലഹരിയെ പറ്റിയുള്ള വളരെ അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ധാരാളമായി പറഞ്ഞു. നമ്മുടെ മക്കൾ ഇപ്പോൾ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പം മുമ്പേ സൂചിപ്പിച്ച എക്സൈസ് കമ്മീഷണർ പറഞ്ഞാൽ വീട്ടുകാർക്കും മനസ്സിലാകാത്ത രീതിയിൽ രുചിയോ മണമോ അല്ലെങ്കിൽ കാലിടർച്ചയോ ഇല്ലാത്ത സിന്തറ്റിക് ഡ്രഗ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആകെ ഈ സമൂഹം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എങ്ങനെ പോരാടാമെന്നുള്ളത് നമുക്കറിയാം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞതുപോലെ ഒരേ സന്ദേശമേ പറയാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ ഈ ചതിക്കുഴിയിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരി മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ മാരത്തോൺ എല്ലാവിധ ആശംസകളും. ഒട്ടാകെ ലഹരിക്കെതിരെ ഒരു പടയൊരുക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ മക്കളെയും നമ്മുടെ നാടിനെയും ലഹരിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പേരാവൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ PT യേശുദാസൻ സാർ. ഈ പരിപാടിയിൽ ഉദ്ഘാടകൻ നമ്മുടെ ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ച് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലഹരി എന്ന സാധനം വളരെ മൈന്യൂട്ടായിട്ട് ആരും കാണാത്ത രീതിയിൽ ഇത് വെച്ച് പല സ്ഥലങ്ങളിലും നിങ്ങൾ പേപ്പറിലും കണ്ടിട്ടുണ്ടാവും ഈ ലഹരിയുടെ വെക്കുന്നതെന്ന്. കഴിഞ്ഞ പോലീസ് കണ്ടുപിടിച്ച ഒരു സംഗതി എവിടെയാണ് ലഹരി വെച്ചതെന്നൊക്കെ പേപ്പറിൽ വന്ന കാര്യങ്ങളാണ്. അത്രയ്ക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണിത്. അതുകൊണ്ട് വീടുകളിലൊക്കെ നമ്മുടെ മക്കൾ പുറത്തു വരുന്നുണ്ട്. എപ്പോൾ വരുന്നു എന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാനേ വേണം. മക്കളോട് പോയി വരുന്ന സമയം ശ്രദ്ധിക്കാൻ നല്ലതാണ്. ബേഗുകളൊക്കെ ഒന്ന് നോക്കും നല്ലതാണ്. നമ്മൾ നമ്മുടെ മക്കളും നല്ലവരാണ്, നമ്മുടെ മക്കളും ചെയ്യുകയില്ല എന്നല്ല തോന്നുന്നു ആർക്കും വേണ്ട. കാലഘട്ടത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. അങ്ങനെ കൂട്ടുകാരുണ്ടാവും, അവരുടെ കൂട്ടുകാർ ബാംഗ്ലൂരുണ്ടാവും, മൈസൂരുണ്ടാവും, അവിടെ പോകുന്ന വരുന്ന പിള്ളേരെ ചേട്ടന്മാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് കാര്യങ്ങൾ മാത്രം സാധനം കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്കനുസരിച്ചുള്ള ശിക്ഷകളാണ് ഇതിനുള്ളൂ. അതേപോലെ തന്നെ അതിനുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും വേറെ എക്സൈസ് റേഞ്ചിൽ വിവരങ്ങൾ അറിയിക്കാം. ഇങ്ങനെ ലഹരിക്കെതിരെ എല്ലാവിധ നടപടിയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ മാരത്തോൺ ഓടിത്തോൽപ്പിക്കാൻ ലഹരിയെ ഇതിനെ ത്യാഗം സഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും ത്യാഗം സഹിച്ചേക്കുന്നത്. വെറുതെ എല്ലാവരും ഓളെ അതല്ല, ഈ ഒരു ത്യാഗമാണത് അല്ലേ? രാവിലെ എണീറ്റ് ഇവിടെ വരുന്നു, ഇത്രയും വെയിൽ കൊണ്ട് ഓടണം. ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ മാരത്തോണിന് എല്ലാവർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വരാൻ വേണ്ടി എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. നമ്മൾ മൈക്ക് എന്റെ ആളിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇവിടെ Stand by me.
കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിക്കൊണ്ട് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഓടി തോൽപ്പിക്കാം ലഹരി എന്ന സന്ദേശവുമായി പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മിനി മാരത്തൺ പേരാവൂരിന്റെ രാജവീതികളിൽ തരികെ നിർത്തിക്കൊണ്ട് പേരാവൂരിന്റെ പ്രാന്തപ്രദേശങ്ങളെ ഭഗവനം പൊളിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. നിരവധി ആളുകൾ നിന്നുകൊണ്ട് പേരാവൂരിന്റെ പ്രാന്തപ്രദേശങ്ങളെ ഭഗവനം പൊളിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. ഓടുന്നില്ല പിള്ളേരൊന്നും വെറുതെ നടന്നു പോവാ. അവരൊക്കെ കുറച്ചുകൂടി ഒന്ന് പ്രിയമുള്ളവരെ, ഓടിത്തോൽപ്പിക്കാം ലഹരിയെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തൺ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ PK സതീഷ് കുമാർ ഫ്ലാഗ് ചെയ്ത നാഷണൽ സ്റ്റേറ്റ് മെഡൽ ജേതാക്കൾ ഏറ്റുവാങ്ങിയ ദീപശിഖയുമായി ഓടിത്തോൽപ്പിക്കാം ലഹരി എന്ന സന്ദേശം നെഞ്ചോട് ചേർത്തുകൊണ്ട് കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിക്കൊണ്ട് ഇതുവരെ നടന്നാ പോകുന്നത്. 6 മണിക്കോടെ പരിപാടി വെച്ചിട്ട് കേൾക്കും. ഇത് വെറും നടപ്പായി പോയി കേട്ടോ. കുറച്ചുകൂടി സ്പീഡിൽ ഓടണേ. കുറച്ച് കാർന്നു തന്നുകൊണ്ട് കുടുംബത്തിന്റെയും നാടിന്റെയും സമൂഹത്തിന്റെയും നമ്മുടെ സ്വൈര്യ ജീവിതം ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായി മുൻകാലഘട്ടത്തിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ നടത്തണമെന്ന സന്ദേശം നിയമസഭയ്ക്കകത്ത് ഉൾപ്പെടെ തീരുമാനമെടുത്തുകൊണ്ട് സമൂഹത്തിനകത്തുള്ള വിവിധ തട്ടുകളിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നുള്ളത് മാത്രമല്ല, ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കർത്തവ്യം. ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ മാറ്റുന്നതിന് വേണ്ടി ഈ നാട്ടിലെ യുവതലമുറയെ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു തുടക്കമായിട്ട് ഈ മിനി മാരത്തൺ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പുറകിലായി മാത്രമേ പുറകിൽ അണിനിരുന്നുകൊണ്ടാണ് മാരത്തണിൽ നടത്തേണ്ടത്. അതുകൊണ്ട് ദീപശിഖയുടെ പുറകിലായി 2 വരികളായി മുഴുവൻ ആളുകളും അണിനിരുന്നുകൊണ്ട് ഈ മാരത്തൺ വൻപിച്ച വിജയമാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൗണിൽ നിന്നൊന്ന് ഓടാൻ പറ. ടൗണിൽ നിന്നൊന്ന് സ്പീഡ് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഓടിത്തോൽപ്പിക്കാം ലഹരി എന്ന സന്ദേശവുമായി പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മിനി മാരത്തൺ പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് സ്പീഡിൽ പോട്ടെ. മുന്നിൽ കയറി അയാളിത് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഡാൻസ് കളിക്കുന്നുണ്ടോ? ആണോ? ഭയങ്കര ഡാൻസ് ആയിരുന്നു. കണ്ടില്ലത്? പിടിച്ചില്ല അവിടുന്ന്. അതൊക്കെ അങ്ങനെ പിടിക്കണ്ടേ? ഇതുണ്ടോ? ഇങ്ങനെയെങ്കിലും കാണും അല്ലേ? ഒരു അനക്കം ഇത് കൂടാന്ന് തോന്നൂല്ലേ? ഏകദേശം ഒരു ചെറിയൊരു ഓട്ടമെങ്കിലും ഇറക്കമല്ലേ? ഉണ്ടോ? ഈ ജിംബ പിള്ളേർ ഏതായിരുന്നു? ഡാൻസ് കളിച്ച പിള്ളേർ അത് നമ്മുടെ ഈ അത്ലറ്റിക് അക്കാദമിന്റെ പിള്ളേരാ. ഓ, സിബിയുടെ കൊച്ചൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവിടെ പടനിലം. അതാ ഒരു പെണ്ണ് ഫ്രണ്ടിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ സന്മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ഇന്ന് പേരാവൂരിൽ തിരിതെളിഞ്ഞത്. പേരാവൂരിൽ ആരംഭിച്ച്
പേരാവൂർ പോകുന്ന ഈ ഒരു കൊച്ചു മാരത്തോൺ, ലഹരിമുക്ത സന്ദേശം നൽകിക്കൊണ്ടുള്ള ഈ മാരത്തോൺ തൊണ്ടിയിലെത്തിയിരിക്കുകയാണ്. ഈ മാരത്തോണിലും തൊണ്ടിയിൽ നമ്മുടെ വാർഡ് മെമ്പർമാരായ ബാബുചേട്ടനെയും രാജുസാറിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ചെറിയൊരു കുട്ടികൾക്ക് ഒരു ചെറിയൊരു സ്വാഗതം നൽകുന്നതിന് വേണ്ടി വാർഡ് മെമ്പർമാരായ ബാബുചേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സെൻസ, സ്നേഹം നിറഞ്ഞ അത്ലറ്റ്സ്, ബഹുമാനമുള്ള നാട്ടുകാർ, പേരാവൂർ റണ്ണേഴ്സിന്റെ പേരിൽ ഇന്നിവിടെ ആരംഭിച്ച മാരത്തോൺ രാസലഹരിക്കെതിരെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെയൊക്കെ പുറത്തിറക്കിക്കൊണ്ട് അതിഗംഭീരമായ ഒരു മാരത്തോണാണ് ഇപ്പോൾ പേരാവൂരിലേക്ക് പോകുന്നത്. രാസലഹരിക്കെതിരെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ പരിപാടി ഭാവിയിലും ഇവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. സന്ദേശം നൽകുന്നതിന് വേണ്ടി പേരാവൂർ എക്സൈസ് റേഞ്ചിലെ ഓഫീസർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർമാർ ഇവിടെയുണ്ട്. ഓടിത്തോൽപ്പിക്കാം ലഹരിയെ എന്ന സന്ദേശവുമായിട്ട് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പേരാവൂർ അത്ലറ്റിക് അക്കാദമി ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള പേരാവൂർ മിനി മാരത്തോൺ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ സാർ ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ മാരത്തോൺ വലിയൊരു സന്ദേശം, ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും സുപ്രധാനമായൊരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ്, ഈ ഒരു സന്ദേശം ജനമനസ്സുകളിലേക്ക് പകർന്നുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ യുവതലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന രാസലഹരി പദാർത്ഥങ്ങളുടെ നീരാളിപ്പിടുത്തം, അതിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുവാൻ ലഹരിക്കെതിരെ കായിക ലഹരി, ശാരീരികവും മാനസികവുമായ കരുത്ത് സമ്പാദിച്ചുകൊണ്ട് ഓട്ടത്തിലൂടെയും നടത്തത്തിലൂടെയും അതുപോലെ മറ്റ് കായിക കലാ മേഖലകളിലൂടെയും നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും കരുത്തുള്ളതാക്കിക്കൊണ്ട് ലഹരി പദാർത്ഥങ്ങളോട് നോ പറയുന്ന കരുത്തരായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് ഇന്ന് മിനി മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലുള്ള യുവ കായിക താരങ്ങളുടെ പ്രാതിനിധ്യം, കുട്ടികളായിട്ടുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം നമ്മുടെ ഈ സന്ദേശത്തിന്റെ വിജയം വിളിച്ചോതുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഇത്തരത്തിലുള്ള രാസലഹരി പദാർത്ഥങ്ങൾക്ക് കീഴടക്കാൻ വിട്ടുകൊടുക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ശക്തമായ ചെറുത്തുമായിട്ട് ഈ യുവാക്കൾ ഓരോരുത്തരും കൈകോർത്ത് നമ്മോടൊപ്പം ഉണ്ടാകും എന്ന ശക്തമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് നമ്മുടെ ഈ മിനി മാരത്തോൺ മുന്നേറുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ യുവാക്കൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലഹരിയെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. രാസലഹരിയുടെ കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിച്ച് നാടിനെ
അക്രമരഹിതമായിട്ടുള്ള സമാധാനപൂരിതമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റും. അതിന് പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ ഓരോരുത്തരും എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഈ മാരത്തോണിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന, ഇതിന് പിന്തുണയേകുന്ന, ഇതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ക്ലബിന്റെ പ്രസിഡന്റ്, അതുപോലെ ചെറുപ്പക്കാരായ ചുണക്കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുമായ ഗ്രാമ മെമ്പർ, മറ്റ് ബഹുമാനിയുടെ സുഹൃത്തുക്കളെ നാട്ടുകാരെ, ഇവിടെ എക്സൈസ് ഓഫീസർ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ വളരെ മഹത്തായ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ യുവജനതയെ കൂട്ടിക്കൊണ്ടുള്ള ഈ മാരത്തോൺ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാസലഹരിയുടെ പ്രവർത്തനവും അതിൻ്റെ ദൂഷ്യവും നമ്മൾ അനുദിനം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ക്യാപ്ഷൻ തന്നെ രാസലഹരിയെ ഓടിത്തോൽപ്പിക്കാമെന്നുള്ളത്. അതുമാത്രമാണ് ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് രാസലഹരിയെ ഉന്മൂലനം ചെയ്യുന്നത് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇവരുടെ ഈ പ്രയത്നത്തിൽ പങ്കാളിയായിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ മാരത്തോൺ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. ഈ പരിപാടി ഇനിയും ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ അവർ ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മിഡ്നൈറ്റ് മാരത്തോൺ ഇതാ മിനി മാരത്തോണുമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിനും സഹായത്തിനും പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആറാഞ്ചി റെജി പരിസരത്തുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വന്ന് പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യാം. പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് ഓടിയെത്തുക, ഓടി ഒന്നിച്ച്. 2 ആംബുലൻസുകളുണ്ട് പിറകില്. ആംബുലൻസ് തന്ന് സഹായിച്ച രശ്മി ഹോസ്പിറ്റലിനെ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ ആവശ്യത്തെ. പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് രശ്മി ഹോസ്പിറ്റൽ. യെസ്, റണ്ണേഴ്സ് ഇവിടെ വരുമ്പോൾ മെഡൽ സ്വീകരിച്ച് ലഘുഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലഘുഭക്ഷണം കഴിക്കണം. യാതൊരു കാരണവശാലും പഴത്തിന്റെ തെറിയൊന്നും അവിടെ ഇവിടെ കളയുന്ന വേസ്റ്റില്. ഓക്കെ, ലൈനായിട്ട് വന്ന് മെഡൽ സ്വീകരിച്ച് വെള്ളം കുടിക്കണം. നിങ്ങളുടെ ലഘുഭക്ഷണം അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ലഘുഭക്ഷണം കഴിക്കാം. യെസ്, വെൽ ഡൺ റണ്ണേഴ്സ്. അപ്പൊ ദീപശിഖ പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് സൈമൺ മേച്ചേരി സ്വീകരിച്ച് അത് ഇവിടെ സ്റ്റാൻഡിൽ വെക്കുന്നതായിരിക്കും. ദീപശിഖ നല്ലൊരു കൈകൊട്ടി വരട്ടെ. ദീപശിഖയോട് എത്തിയിരിക്കുന്നു. പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്, വെൽ ഡൺ, ജോബ് വെൽ ഡൺ. കൺഗ്രാറ്റുലേഷൻസ് റണ്ണേഴ്സ്. കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, ഐസ്ക്രീമുണ്ട്. കഴിച്ച് നിങ്ങൾ ചേർന്നിരിക്കുക. ശ്രീ പ്രഭുനാഥ് PC, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, ഇവിടെ നടത്തുന്നതായിരിക്കും. യാതൊരു കാരണവശാലും എല്ലാവരും ഇരിക്കുക. ഓടി വന്ന് നമ്മൾ അനുവദിച്ചുകൂടാ. എല്ലാവരും അങ്ങോട്ട് മാറി വെള്ളം കുടിച്ച് കസേരകളിൽ ഇരിക്കുക. താങ്ക് യു. യെസ്, എല്ലാവർക്കും മെഡൽ കിട്ടി എന്ന്. അടുത്തതായിട്ട് നമ്മൾ ഈ വേദിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ പ്രഭുനാഥ് സാർ അവതരിപ്പിക്കുന്ന രസതന്ത്രം എന്ന ഏകപാത്ര നാടകം അരങ്ങേറുകയാണ്. അദ്ദേഹത്തിന്റെ 201ാമത്തെ വേദിയാണ്. രസതന്ത്രം നാടകത്തിന്റെ 201ാമത്തെ വേദിയാണ് ഇവിടെ. ലഹരിക്കെതിരായ ശക്തമായൊരു സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്ന തരത്തിലുള്ള ഒരു നാടകമാണ്. ഒരാൾ മാത്രമാണ് നാടകത്തിലെ കഥാപാത്രം. അതുകൊണ്ടാണ് ഏകപാത്ര നാടകം എന്ന രീതിയിൽ ഇത് അറിയപ്പെടുന്നത്.
നാടകത്തിനെ കുറിച്ച് കൂടുതൽ ആമുഖം ആവശ്യമില്ല, കാരണം അത് നേരിട്ട് നമ്മളോട് സംവദിക്കുന്ന ഒരു നാടകമാണ്. മികച്ച അഭിനേതാവ് എന്ന രീതിയിൽ എക്സൈസ് വകുപ്പിന്റെ കലാകായിക മേളയിൽ സംസ്ഥാന തലത്തിൽ തന്നെ നിരവധി തവണ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ശ്രീ പ്രഭുനാഥ് സാർ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് നാടകം ആസ്വദിക്കാം. എല്ലാവർക്കും നന്ദി. ലഹരിക്കടയപ്പെട്ട് അവസാനം ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് വന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ തന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ, ഒരു പ്രത്യേക മാനസികാവസ്ഥയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് വിവരിക്കുന്ന രീതിയിലുള്ള കൊച്ചു നാടകമാണ്. 15 മിനിറ്റേ ഉള്ളൂ. എല്ലാവരും മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്ത് സഹകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരിട്ട് നാടകത്തിൽ കളിക്കണം. നാടകത്തിന്റെ പേര് രഥതന്ത്രം. സിജിൽ BP രംഗത്ത് പ്രഭുനാഥ്. അത് അനുഭവിച്ചാലേ അറിയാം. ഭയപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഭയപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒട്ടിച്ചിരിക്കും. പിന്നെ ഞാൻ എന്തിനാ ഇപ്പോ നല്ല ചിരികള് പരവേത്തുണ്ടല്ലോ. പുഞ്ചിരികള്, പൊട്ടിച്ചിരികള്, ചിരിച്ച് ചിരിച്ച് ചിലപ്പോ ഞാൻ നമ്മൾ തന്നെ മറക്കാറില്ല. പരിസരം മറത്തുള്ള ചിരി, കൂട്ടപ്പലകൾ, പീഡനങ്ങൾ, ചുറ്റുപൊള്ളുന്ന ചൂട്, പ്രളയം, ഇതെല്ലാം മറന്ന് അവിങ്ങനെ ചിരിക്കാറില്ലേ? ഒക്കെ എന്റെ അഭിനയ. എന്റെ ചിരിയും അവളോട് ചിരിയും, അവനെ സ്നേഹിക്കുന്ന മറ്റെല്ലാവരുടെ ചിരിയും ചേർത്ത് അവൻ മാത്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്റെ മകൻ അവനെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാനിപ്പോ അവന്റെ ചിരിയൊന്നും നിർത്താൻ പാടില്ല. നിന്റെ നിർത്താതെയുള്ള ചിരി കാണുമ്പോ പേടിയായിരുന്നു. അത് കണ്ട് നിന്റെ അമ്മ കരയാതിരിക്കാറല്ലേ ഇവിടെ അഡ്മിറ്റാക്കിയത്. പിന്നെ ചിരിക്കുന്നത്ര മോശമായിരിക്കുന്ന പോലെ ചിരിക്കാൻ മറന്ന മനുഷ്യര് ചിരിക്കാൻ വേണ്ടി ചിരി അഭ്യാസമാക്കി മാറ്റിയ കാലല്ലേ. ചിരി കാണുമ്പോഴുള്ള ഭയം ഇനിയും മാറിയിട്ടില്ല. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ എന്റെ മകന്റെ ചിരി അവന്റെ മാനസികാരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിർത്താതുള്ള ചിരി. എന്താ ചോദിച്ചത്? എന്റെ പേരോ? എനിക്കെന്ത് പേര്? ഞാനവന്റെ അച്ഛൻ. അത് മതി. അവളാ മകനെ കുറിച്ച് അറിയാൻ വിളിക്കുന്നതാ. ഞാൻ എന്താ പറയേണ്ടത്? അവനിപ്പോ ചിരിക്കാറില്ല. ആരെങ്കിലും അവളോട് സംസാരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എടോ, അവൻ പറയാ നീ കൊടുത്തയച്ച നെയ്യപ്പത്തിന് മകനും ഇത്തിരി കൂടുതലാണ്. അത് മുഴുവൻ ഒരമ്മയുടെ സ്നേഹമാണെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ട്. വേണ്ട, നേരിട്ട് സംസാരിച്ചാൽ മതി. നേരിട്ട് സംസാരിച്ചാൽ മതി. ജീവിതമായിരുന്ന ലഹരി, സത്യസന്ധമായ ജീവിതം, ശാസ്ത്രമായ ജീവിതം. എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ചിട്ടപ്പെടുത്തിയത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഞാനും അവളും മകനും. എന്ത് ഭംഗിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്. ഒടുവിലിങ്ങനെ എല്ലാം കലഞ്ഞു മറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് കുട്ടികൾ തന്നെയല്ലേ. പക്ഷെ ചിലപ്പോ അവനുണ്ടാകുന്ന മാറ്റം അത് നമ്മൾ കാണാറില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു,
ഞാൻ ഞങ്ങളുടെ മകൻ ഞങ്ങളിൽ നിന്ന് വഴിമാറുന്നുള്ള ദിവസങ്ങൾ മോനെ എന്റെ അവനെ കണ്ടോ മോനെ നിന്റെ പേര് തന്നെടാ ബാഗുണ്ടോ മോനെ നിന്റെ പേര് ഞാനുണ്ടോ എന്താ മോനെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ എഴുതി കഴിഞ്ഞാൽ ഞാനോട് വെക്കട്ടെ മോനെ എടാ മോനെ അന്ന് ആദ്യമായി അവനോട് ദേഷ്യപ്പെട്ടപ്പോഴും ഒരു 2 വയസ്സുകാരന്റെ കളിപ്പാട്ടത്തിന് വേണ്ടിയുള്ള ദുശാഠ്യം പോലെ എനിക്ക് അനുഭവം. പക്ഷേ മാരകമായ മയക്കുമരുന്നിന് അടിമയായിരുന്ന അവനെന്ന് ഏറെ വൈകിയ ഞാനും അവൾ അറിഞ്ഞത്. എന്റെ മുമ്പിലല്ല വേറെ അടിപൊളിയാണ്. കത്തിച്ച സിഗരറ്റ് കുറ്റിയുണ്ടും അവൻ അവനെ തന്നെ മുഴുവൻ എന്നിട്ടും അവന്റെ മൗനത്തിന്റെ കോപത്തിന്റെ കാരണമെന്ന് കണ്ടെത്താൻ എനിക്കോ അവർക്കോ കഴിഞ്ഞില്ല. മോനെ നീ പറഞ്ഞ മുഴുവൻ തുകയിലും കോളേജിലെ ആശുപത്രി അമ്മയോട് ഞാൻ പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അവനോടെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം രോഗമറിയാത്തവരുടെ ചികിത്സകളായി മാറി. കണ്ടില്ലേ അവരെ തിരിച്ചു പിടിക്കാൻ, അവന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ ഈ ആശുപത്രി വരാത്തതിന് ഡോക്ടർ ഞാൻ നടത്തിയ ചികിത്സകളായി കണ്ടില്ലേ. അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ഇതൊക്കെ കാണുമ്പോ അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ആദ്യമായി ഇട്ട കുഞ്ഞെടുപ്പ ഇതൊക്കെ കാണുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ആദ്യമായി സ്കൂളിൽ പോകുമ്പോ എന്റെ യൂണിഫോമ ഇതൊക്കെ കാണുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ നന്നായി പഠിക്കുവാനുള്ള അവന് കിട്ടിയ സമ്മാനങ്ങൾ ഇതൊക്കെ കാണുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഓർമ്മകൾ തിരിച്ചിരിക്കുക. ഇതൊക്കെ അവന്റെ ജീവനക്കാർ പ്രിയപ്പെട്ട ഇതൊക്കെ കാണുമ്പോ അവന്റെ ഓർമ്മകൾ തിരിച്ചിരിക്കാനോ ഇതൊക്കെ കാണുമ്പോ ലഹരി വലിക്കുന്നവർക്ക് അവന്റെ തലമുകളിലേക്ക് അവനെ പോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ തലത്തോളിലൂടെ ഒരു മിന്നൽ പടം പോലെ അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരച്ഛനിങ്ങനെ മകന്റെ ഓർമ്മകളെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടേ എന്താ പെട്ടെന്നുണ്ടോ ഒന്നുമില്ല വെള്ളം അതൊക്കെ ഉള്ളതുണ്ട്. ഒന്നുമില്ല എന്താ സാറേ ഈ ആശുപത്രി വരാന്തയിൽ നിന്നാണോ നാടകം കളി, ഓരോരോ വേഷം കെട്ടലുകൾ? അയ്യോ നാടകം കളിക്കാൻ ഞാനൊരു കലാകാരനല്ല, വെറും ഒരു അച്ഛൻ. എന്റെ ജീവിതം നിങ്ങളെ വിഷമിച്ചെങ്കിൽ ക്ഷമിക്കും. എന്റെ മോൻ
അതൊക്കെ ആലോചിക്കുമോ? അതവന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. അതിന് ഞങ്ങൾ എന്ത് പഠിച്ചു? ഇതൊക്കെ ഞങ്ങൾ എന്തിനാ കാണുന്നത്? എന്റെ മോതിരം തെറ്റിപ്പറ്റിയെന്നത് നേരാ. തിരിച്ചാണല്ലേ അവന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാനല്ലേ ഇവിടെ അടുത്തുണ്ടാക്കുന്നു. ഇല്ലേ, ഇതൊന്നും എന്റെ മകന് മാത്രം സംഭവിക്കുന്ന കാര്യമില്ലല്ലോ. ഇതൊരു പ്രത്യേകത ആവശ്യപ്പെടുന്ന സാമൂഹ്യ വിഷയം കൂടിയല്ലേ. അതിലൊരുവനെ പോയി എന്റെ മോൻ ഇടയ്ക്കപ്പുറം അവന്റെ യാത്രകൾ കൊണ്ട് നേരത്തെ പോകും. ഒറ്റ മോൻ നന്നായി പഠിക്കും, പറയുന്നൊക്കെ വാങ്ങിച്ചോളൂ. ഒരു ബൈക്ക് കോളേജെടുത്ത് വെച്ച് ചിലർ അവനെ മയക്കുമരുന്നിന് അടിമയാക്കും. തീ പിടിച്ച ചിറക് വെച്ച ബൈക്ക് യാത്രകൾ തേടുന്നതെല്ലാം ലഹരിയുടെ പുതിയ പുതിയ രസങ്ങളായിരിക്കും. ഒടുക്കം എക്സൈസ് വണ്ടി കണ്ട് വേഗം കൂട്ടിയതാ. ഒളിപ്പിച്ചു വെച്ച ലഹരി അവന്റെ തലച്ചോറിനുള്ളിലും ആ വേഗനും ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരനെയും ആ സ്കൂൾ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിരത്തി വെച്ച രണ്ട് മൃതശരീരങ്ങൾ കാണാൻ നോക്കിയപ്പോഴാ എന്റെ മോനെ ചിരി തുടങ്ങിയത്. നിന്നെ മാത്രം കാരണം എടുത്തില്ലല്ലോടാ എന്ന് വിലപിക്കുന്ന കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മമാർ. അതിനിടയിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഞാനോ തീർത്തും നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം എന്റെ മോനെ ഡിസ്ചാർജ് ചെയ്ത് ഇത്രയും നേരം ഏറെ നാളത്തെ എന്റെ അവിടെ സങ്കടങ്ങൾ ഇങ്ങനെ അലതല്ലി വന്നതാ. എല്ലാം പെയ്തൊഴിഞ്ഞ് അവനെ പുതിയൊരു മനുഷ്യനായി സമൂഹത്തിലേക്ക് ഇറക്കാൻ വീട്ടിൽ കാര്യച്ചില്ല. എന്റെ മോനിപ്പോ വരും. അതിനു മുമ്പ് ഒന്നോ രണ്ടോ അല്ല 11 മാസം എന്റെ മോന് ജയിലിൽ അല്ല ആശുപത്രി കഴിഞ്ഞു. ഇന്ന് പുതിയൊരു മനുഷ്യനായി അവൻ വരുന്ന ദിവസം. ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമല്ലേ. അവൾ കുറച്ച് മധുരം കൊടുത്തയച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ലഹരി എന്നത് നമുക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിലും സൗഖ്യത്തിലും അവരുടെ മൊത്തം ചിരികളുമല്ലേ. അത് കാണുമ്പോ നമ്മുടെ ഉള്ളിൽ വിടുന്ന ചിരിയല്ലേ യഥാർത്ഥ ലഹരി. മറ്റു ലഹരികളൊന്നും നമുക്ക് വേണ്ട. ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരാതിരിക്കാൻ നമുക്ക് ജാഗ്രതയുള്ളവരാണ്. ഓരോ ദുരന്തങ്ങളും നമുക്ക് ടിവിയിലും പത്രത്തിലും കാണുന്ന വാർത്തകൾ മാത്രമാണ്. അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ അതിന്റെ ആഴമത്. ഇത്തരം ദുരന്തങ്ങൾ സ്വന്തം അനുഭവത്തിൽ വരാതിരിക്കാൻ നമുക്ക് ജാഗ്രതയുള്ളവരാണ്. നമ്മുടെ നാടിന്റെ ഭാവി. നമുക്ക് അവർ കൂടുതൽ സ്നേഹിക്കാം.
അറേബ്യൻ പർദ്ദ നൽകുന്ന സമ്മാനമാണ്. പുലരി ടെക്സ്റ്റൈൽ പേരാവൂർ നൽകുന്ന സമ്മാനം. തരിപ്പ സജീവൻ തരിപ്പ. പ്രീസ് ജുവലറി നൽകുന്ന ഒരു സമ്മാനമാണ്. നൽകുന്ന സമ്മാനമാണ്. നീരജ് ദേവദാസ് KKS രക്സിൻ പേരാവൂർ നൽകുന്ന ഒരു സമ്മാനമാണ്. CV രാമചന്ദ്രൻ CV നീതി ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹോം അപ്ലയൻസ് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. അനൂപ് PV രാഹുൽ ഇലക്ട്രിക്കൽ ഫാർമൽ കോംപ്ലക്സ് നൽകുന്ന സമ്മാനമാണ്. ആൽബിൻ ജോ ബെനി ഡിവാൻ ജോസഫ് പ്രവീൺ കുമാർ TR PT നൽകുന്ന സമ്മാനമാണ്. ഇത് കിട്ടിയിരിക്കുന്നത് ക്രിസ്വിൻ ജോണി ആൽബിൻ വർഗീസ് രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ട്രേഡിംഗ് കമ്പനി തൊണ്ടിയിൽ ജോൺ സിയം ഇല്ല പ്രൈവറ്റ് ട്രേഡിംഗ് കമ്പനി തൊണ്ടിയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു പൂവൻ കോഴിയും 3 പിടക്കോഴിയും ഒരു പൂവൻ കോഴി 3 പ്രാവശ്യം പിടക്കുകയല്ല 3 പിടക്കോഴി തന്നെയാണ്. ഇനിയാണ് ബമ്പർ സമ്മാനം. ശിവദാസ് സാർ വന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വന്നിട്ട് സ്റ്റേജിന്റെ ഇടത് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന മുട്ടനാട്
ഓക്കെ, മുട്ടനാടിനെ ആരാണ് ഒന്ന് മുട്ടനാടിനെ അഴിച്ചു മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന പയ്യാവൂർ മാത്തപ്പൻ. നല്ലൊരു കൈകൊട്ടി കൊടുത്തേ. പയ്യാവൂർ എന്നാണ് ഈ മുട്ടനാടിവിടെ എത്തിയിരിക്കുന്നത്. യെസ്, ഒന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ച് ഒരു മുട്ടനാട് ശ്രീ ഗൗരി ഷിജു. ശ്രീ ഗൗരി ഷിജു. പിആർസിയുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ് കേട്ടോ. മോളാണ്, മോളെ തന്നെ പേര്. അമ്മ മോളും ഇന്ന് കുട്ടനാടിനെ കൊണ്ടുപോയി. നല്ല കൈകൊടി കൊടുത്തേ. 2 പാക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യാപാരി വ്യവസായ സമിതി തരാവോ. പിന്നെ 2 പാക്കറ്റ് തന്നിരിക്കുന്നത് സ്പോർട്സ് ലവർ കരാവുന്ന ഒരു സ്പോർട്സ് ലവർ തന്നിരിക്കുന്നതാണ്. അപ്പോൾ 50 കിലോ അരി സമ്മാനം പോകുന്നു. ആദ്യത്തെ ശശീധർ 5 കിലോ മട്ടേരിയുടെ ആദ്യത്തെ വിന്നർ. താങ്ക് യു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരു കൊച്ചു ഋതുമായ അങ്ങനെ ഉണ്ടോ? ഋതുമായ ഉണ്ടോ? ഋതുമായ ഓക്കെ. മുഹമ്മദ് കെ ആരാണ് അവിടെ ഉണ്ടോ? ബിജു ജോസഫ്. ആ ഓടിയോ. പി കെ നന്ദൻ. രഞ്ജീവൻ. ഇതിനെ എടുക്കണമോ? എടുക്കൂടെ? രാജൻ ഉണ്ടോ? ഇന്നത്തെ അവസാനത്തെ സമ്മാനമാണ് സുയി ജോസ്. ഉണ്ടോ? സുയി അല്ലെങ്കിൽ സിജിയാണോ? പെരാവൂർ റണ്ണേഴ്സ് ക്ലബ് സംഘടിപ്പിച്ച പെരാവൂർ അക്കാദമി മിനി മാരത്തോൺ പങ്കെടുത്ത എന്ന സന്ദേശം ഉൾക്കൊണ്ട് നടത്തിയ ഈ മാരത്തോണിന്റെ സന്ദേശത്തെക്കുറിച്ച് നാട്ടുകാരെ ബോധിപ്പിക്കുന്നുണ്ടാവും. എന്നുള്ള അർത്ഥപരമായ കടമ നന്ദി പറയുന്നതുമാണ്. ആദ്യമായി ഈ പ്രോഗ്രാമിന്റെ ചെല്ലമെല്ലമായ സൈമൺ മേച്ചേരിക്ക് ടിആർസിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈവന്റിന്റെ കോർഡിനേറ്റർ ഡെന്നി ജോസഫ്, സാധനം നിർവഹിച്ച ടിആർസിയുടെ സെക്രട്ടറി ഷിജു ആയിരിക്കുന്നത്, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ MLA ഡോക്ടർ ഷെർലി ജോസഫ്, ലഹരി വിരുദ്ധ സന്ദേശം എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ സാർ എന്നിവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടുകൂടെ പ്രോഗ്രാം ആശംസകൾ അർപ്പിച്ച പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT വേണുഗോപാൽ സാർ, പേരാവൂർ TV സജീവൻ സാർ, ഭാരവാഹികളായ M സൈലർ ടീച്ചർ, പേരാവൂർ TP യേശുദാസൻ സാർ, അതുപോലെ അവരോടൊപ്പം സഹകരിച്ച അന്യമംഗങ്ങൾക്കും ടിആർസിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു.
പോലീസ്, പഞ്ചായത്ത്, എക്സൈസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ നാട്ടിലെ ടൈറ്റിൽ സ്പോൺസറായ പേരാവൂർ അസ്ലാമിക്കും ഞങ്ങളോട് സഹകരിച്ച സ്പോൺസർമാരായ പയ്യാവൂർ മാർക്കറ്റും, പേരാവൂർ ന്യൂട്രീഷൻ, RBT വെറൈറ്റി കോൺക്രീറ്റ് പ്രൊഡക്ഷൻ പെരുമ്പുന്ന, സാറ ആർട്ടിക്, പേരാവൂർ ഇന്ത്യൻ ഇലക്ട്രിക്